Hi, I'm Thesnim Azeez. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് റെസിപ്പി അല്ല. കുറേ പേരുടെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മൈക്രോവേവ് ഓവനിൽ മാത്രം മൈക്രോ ഗ്രിൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പിന്നെ ചോദിക്കുന്നുണ്ട്, അതായത് സോളോ ഓവൻ മൈക്രോ മാത്രമുള്ള മൈക്രോവേവ് ഓവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓവനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഓവൺ ഇതാണ്. ഈ ഓവണിൽ എല്ലാ ഫങ്ഷനും ഉള്ള ഓവണാണ്. മൈക്രോ ഉണ്ട്, ഗ്രിൽ, കൺവെക്ഷൻ, കോമ്പിനേഷൻ, പിന്നെ അതുപോലെ ബാർബിക്യൂ എല്ലാം ഉള്ള ഓവണിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ മൈക്രോ ഇതാണ് ഇതിൻ്റെ മൈക്രോ എന്നുള്ള ബട്ടൺ. ആ മൈക്രോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മൈക്രോ സോളോ ഓവണിൽ വരുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഇത് സോളോ ഓവണാണ്. ഈ സോളോ ഓവണിൽ ഇതിന് മൈക്രോ ഫങ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ മൈക്രോ ഫങ്ഷൻ മാത്രമല്ല ഈ ഓവണിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇതിൻ്റെ മൈക്രോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താലും വരുന്നത്. അത് മാത്രം വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ പോവാം. സോളോ ഓവണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. മൈക്രോവേവ് ഓവൻ്റെ സോളോ, അതായത് മൈക്രോ എന്നുള്ള മോഡിൽ മൈക്രോവേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഫുഡിൽ വന്ന് ഫുഡിലെ വാട്ടർ കണ്ടന്റിനെ അബ്സോർബ് ചെയ്ത് പെനിട്രേറ്റ് ചെയ്തിട്ടാണ് കുക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സാധാരണ നമ്മുടെ ഡെയിലി ലൈഫ് കുക്കിംഗ്, അതായത് ഇപ്പോൾ തിളപ്പിക്കുക, സ്റ്റീം ചെയ്യുക, ബോയിൽ ചെയ്യുക, കുക്ക് ചെയ്യുക, അങ്ങനെ നമ്മൾ എന്താ പറയുക ഡിഷസ് പറയുകയാണെങ്കിൽ വെള്ളം തിളപ്പിക്കുന്നത്, പാല് തിളപ്പിക്കുന്നത്, ചായ ഉണ്ടാക്കുന്നത്, പഴം പുഴുങ്ങുക, റൈസ് ഉണ്ടാക്കുക, ഗീ റൈസ്, ഇഡ്ഡലി, സാമ്പാർ, ഉപ്പേരി, പുഡിങ്, ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ ഡെയിലി ലൈഫ് കുക്കിംഗ് എല്ലാം വരുന്നത് മൈക്രോ എന്നുള്ള ഓപ്ഷനിലാണ്. ഓക്കെ, അത് സോളോ ഓവണിലുള്ള മൈക്രോ എന്നുള്ള ഓപ്ഷനിൽ സോളോ ഓവണിൽ മൈക്രോ എന്നുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഫങ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇതിൽ ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ മൈക്രോവേവ് ഓവനിൽ ഒന്നുകിൽ നോബ് മാത്രമുള്ളതായിരിക്കാം, നോബ് പവർ ലെവൽ എഴുതിയിട്ടുണ്ടാവും, അതേപോലെ തന്നെ പിന്നെ ടൈമറും ഉണ്ടാവും. അങ്ങനെയുള്ള ഓവനിൽ ആണെങ്കിലും ഇതുപോലെ ഡിജിറ്റൽ ഇത് നമുക്ക് വിൻഡോയിൽ കാണിക്കുന്നതായാലും ഒരേ ഫങ്ഷൻസിലൊന്നും വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻ സെയിം ആയിരിക്കും. അതുപോലെ മൈക്രോ ഫുൾ ഓപ്ഷനുള്ള ഓവനിലായാലും മൈക്രോ ഫങ്ഷൻ സെയിം ആയിരിക്കും. എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ മൈക്രോയിൽ വെച്ച് ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള റൈസസ്, ചിക്കൻ, ഉപ്പുമാവ്, കേസരി, ഇങ്ങനെ കുറേ ഒരുപാട് ഡിഷസ് ചെയ്തിട്ടുണ്ട്. ഫിഷിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കും ഇതിൽ ചെയ്യാം. സോളോ ഓവൻ വാങ്ങിയവർക്കാണെങ്കിലും ഇത് ചെയ്യാം. പിന്നെ മൈക്രോവേവ് ഓവനിൽ നമുക്കറിയാം, നമ്മുടെ സാധാരണ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്, തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാറുണ്ട്. അതേ ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവനിൽ ഉണ്ടായിരിക്കും. അതിൽ മൈക്രോവേവ് പവർ ഓർ പവർ ലെവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോബ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ടേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് അതിൻ്റെ പവർ ലെവൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താണോ അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ ഓവനിലെ ഹൈ പവർ. അപ്പോൾ നമ്മൾ ആദ്യം പവർ ലെവൽ ചില ഓവനിലെല്ലാം 900 അല്ലെങ്കിൽ 800 അല്ലെങ്കിൽ 100, പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നോബ് ടേൺ ചെയ്യുന്നതനുസരിച്ച് പവർ ഇങ്ങനെ കുറഞ്ഞ് തീ കുറയ്ക്കില്ലേ, അതേപോലെ കുറച്ച് എടുക്കാൻ പറ്റും. നമുക്കൊരു 5 പവർ ലെവലാണ് സാധാരണ ഗതിയിൽ ഒരു ഓവനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഹൈ പവറിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ പവറിൽ റൈസ്, ചിക്കൻ, വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യുക, വെള്ളം തിളപ്പിക്കുക, പാല് തിളപ്പിക്കുക, പഴം പുഴുങ്ങുക, ഇങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഹൈ പവറിൽ നമ്മൾ ചെയ്യാം. വീണ്ടും നമ്മൾ ആ പവർ അതേ ബട്ടൺ അല്ലെങ്കിൽ നോബ് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80% ആണ്. അപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത് ചിലപ്പോൾ ചില ഓവനിൽ 800 എന്നായിരിക്കാം, ചിലതിൽ 80 എന്നായിരിക്കാം, ചിലതിൽ ഹൈ മീഡിയം എന്നായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, അതിൽ വരുന്ന ഫങ്ഷൻ സെയിം ആയിരിക്കും. അത് ഏത് ഓവനിലായാലും നമ്മൾ ആദ്യം പ്രസ് ചെയ്ത് ഹൈ പവർ, ദെൻ 80% നമ്മൾ ചെയ്യുന്നത് ഗ്രേവി റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് തീ ഒന്നുകൂടെ കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 80%. വീണ്ടും നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നോബ് ടേൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് 60%. സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 60%. ഒരു എക്സാമ്പിൾ ഒക്കെ അങ്ങനെ ആലോചിച്ച് പറയുകയാണെങ്കിൽ ഫിഷ് മഷ്റൂം പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് വീണ്ടും നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യണു, നോബാണെങ്കിൽ നോബ് ടേൺ ചെയ്യണു, വീണ്ടും പവർ കുറഞ്ഞു 40%. 40%ൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ് ചൂടാക്കാൻ, ഇഡ്ഡലി, ദോശ, പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചൂടാക്കാൻ, ഉണ്ടാക്കി വെച്ചത് ഒന്നുകൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് 40% യൂസ് ചെയ്യുന്നത്.
അതായത് ഇപ്പോൾ നമ്മൾ ഹൈയിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇഡ്ഡലിയിലൊക്കെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസിലൊക്കെ നമുക്ക് എന്താ പറയുക വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അത് ഹൈ പവറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പവർ അതിലത്തെ വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 40% ചെയ്യണമെന്ന് പറയണം. അടുത്തത് ഏറ്റവും പവർ കുറച്ച് നമ്മൾ ഏറ്റവും പ്രസ് ചെയ്തിട്ട് ഏറ്റവും പവർ കുറച്ച് 20% നമ്മൾ ചെയ്യുന്നത് ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതാണ് ബട്ടർ മെൽറ്റിംഗ് ആൻഡ് ഐസ്ക്രീം മെൽറ്റിംഗ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ എന്തിനാണ് മെൽറ്റ് ചെയ്ത് കഴിക്കുന്നത് തോന്നുന്നുണ്ടോ? ഐസ്ക്രീം നമ്മൾ ഫാമിലി പാക്കറ്റൊക്കെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിരുന്നെങ്കിൽ തോന്നും, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും തീ കുറച്ചിട്ട് ചെയ്യുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് 20%. ഓക്കെ, ഇതുപോലെ നമുക്ക് പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ സെലക്ട് ചെയ്യുക. മൈക്രോ അല്ലെങ്കിൽ പവർ ബട്ടൺ ഉണ്ടായിരിക്കും. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള പവർ സെലക്ട് ചെയ്യുന്നത്. ഇനി മൈക്രോയിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യണത്? മൈക്രോയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം മൈക്രോ ബട്ടൺ പ്രസ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള പവർ സെലക്ട് ചെയ്യുക. ആ നോബ് ടേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അതേ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ പവർ ലെവൽ സെലക്ട് ചെയ്യേണ്ടത്. ഓരോ പവറിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യണത് അതിനനുസരിച്ചുള്ള പവർ സെലക്ട് ചെയ്യുക. ദെൻ ടൈം കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മൈക്രോ പവർ ടൈം സ്റ്റാർട്ട്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ ഏതെല്ലാം വെസൽസ് ആണ് മൈക്രോയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മൈക്രോയിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള പാത്രങ്ങളാണ്. ഒന്ന് നമ്മുടെ മൺചട്ടി. നമ്മൾ സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇതുപോലെയുള്ള മൺചട്ടി നിങ്ങൾക്ക് മൈക്രോയിൽ യൂസ് ചെയ്യാം. ഓക്കെ, മൈക്രോയിൽ നമുക്ക് ഇതേപോലെയുള്ള സിറാമിക് ബൗൾ. സിറാമിക് എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് പിഞ്ഞാണം കോപ്പ എന്നൊക്കെയാണ് പറയുന്നത്. ഈ പണ്ടൊക്കെ നമ്മുടെ ഡിന്നർ സെറ്റ്, പണ്ട് നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഡിന്നർ സെറ്റ്. അപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവിടെ ഒരു മണ്ണിൻ്റെ കളർ കാണാൻ പറ്റും. ചൈന ക്ലേ ബോൺ ചൈന എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ആ പാത്രം നിങ്ങൾക്ക് മൈക്രോയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റും. പക്ഷെ അതേപോലെ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ സിറാമിക് എന്നാണ് പറയുക, ഈ പല ആ ഒരു ടെക്സ്ചറിൽ വരുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് മൈക്രോ പ്രൂഫ് അല്ല. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് നമ്മുടെ കുറച്ചുകൂടെ കട്ടിയിലെ നമ്മൾ പണ്ടത്തെ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഇത് അങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് മണ്ണുകൊണ്ട് തന്നെ അയക്കത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. എനിവേ എന്തായാലും ഈ പാത്രങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇങ്ങനെ പെയിൻറ്റിങ് ഉള്ള പാത്രമാണെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് സെറാമിക് ആണ്, പക്ഷേ ഇതിൽ സിൽവർ പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള പാത്രമാണ്. പക്ഷേ ഇതിന് ഒരു സിൽവർ പെയിൻറ്റിങ് വന്നതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സൈഡിലുള്ള പെയിൻറ്റിങ് ഓക്കെയാണ്, പക്ഷേ ഇതിൽ സിൽവർ ഗോൾഡൻ പെയിൻറ്റിങ് വന്നാൽ നമുക്ക് മൈക്രോയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ പാത്രം. ഇത് സെറാമിക് ആണ്. ഇപ്പോൾ പെയിൻറ്റ് കളറുണ്ട് എന്നാലൊന്നും കുഴപ്പമില്ല. ഇത് സെറാമിക് ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇതെല്ലാം മണ്ണിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മൈക്രോയിൽ യൂസ് ചെയ്യാൻ പറ്റും. കളറുണ്ട് എന്നുള്ളതൊന്നൊരു പ്രശ്നമല്ല. ഓക്കെ, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോറോസിൽ പൈറക്സ് കമ്പനീസ് ഇറക്കുന്ന ഗ്ലാസ് വെയർ. ഇങ്ങനെയുള്ള പാത്രങ്ങളാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മൈക്രോയിൽ യൂസ് ചെയ്യാൻ വലിയ മുഴുവൻ ഓപ്ഷനുള്ള ഓവണാണെങ്കിൽ അതിൻ്റെ ഏത് ഓപ്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള വെസൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള സ്റ്റീൽ ഇതുപോലെയുള്ള ഒരു മെറ്റൽ വെസൽസും, ഞാൻ പറഞ്ഞു മെറ്റാലിക് ഒരു പെയിൻറ്റ് പോലും പറ്റിയ അതേപോലെ തന്നെയാണ് ഒരു മെറ്റൽ വെസലും മൈക്രോയിൽ യൂസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മെറ്റൽ വെസൽസിന് ഇതിനെ തുളച്ച് കയറിയിട്ട് കയറാനുള്ള ഒരു ശക്തി ആ ഒരു വേവിനില്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനില്ല. അപ്പോൾ ഫുഡ് ഈവൺ കുക്കിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് ഇത് പറ്റില്ല. പിന്നെ ചില മെറ്റൽ ഈ വേവിൽ കുറച്ച് മെൽറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മെറ്റൽ മൈക്രോ സോളോ ഓവനിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ മൈക്രോയിൽ എന്തൊക്കെയാണ് ചെയ്യാമെന്നുള്ള എന്തെല്ലാം ഡിഷസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ ഡെയിലി ലൈഫ് എല്ലാ കുക്കിങ്ങും നമുക്ക് ചെയ്യാം. ഏതെല്ലാം വെസൽസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പവർ ലെവൽ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോ പവർ ലെവലിലും എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മൈക്രോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നത്.
മൈക്രോവേവിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ടേൺ ടേബിൾ ഉണ്ടായിരിക്കും. ഇത് എപ്പോഴും വെക്കണം. ഇതിനകത്ത് വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും പ്ലേസ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് നമുക്ക് വാങ്ങാൻ കിട്ടാൻ പാടാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. നല്ല ചൂടുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഈ വെസൽ നിങ്ങൾക്കിപ്പോൾ പഴം പുഴുങ്ങണമെങ്കിലൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പഴം പുഴുങ്ങുന്ന, പാല് തിളപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൈക്രോവേവ് ഓവനെ കുറിച്ചുള്ള, സോളോ ഓവനെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊരു കാര്യം, മൈക്രോയിൽ നമുക്ക് ഉള്ളിൽ ഫുഡൊന്നും വെക്കാതെ ഓൺ ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് ഒന്ന് ക്ലോത്ത് ഇട്ട് പിഴിഞ്ഞിട്ട് അതൊക്കെ തുടച്ചെടുക്കുക. വീണ്ടും നല്ല വെള്ളത്തിൽ ഒന്ന് ഇതാക്കിയിട്ട് ഒന്നും കൂടെ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യില്ലേ, അങ്ങനെ ക്ലീൻ ചെയ്യുക. പിന്നെ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ബാഡ് സ്മെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് വെച്ച് ഒരു 2 മിനിറ്റ് കൊടുത്താൽ അത് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എല്ലാ തരം കുക്കിങ്ങിനും, നമ്മുടെ ഡെയിലി ലൈഫ് കുക്കിങ്ങിന് അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൽ റീഹീറ്റ് ചെയ്യുന്നത്. മൈക്രോവേവ് ഓവൺ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന റീഹീറ്റ് എൻ്റെ ചൂടാക്കുന്ന ഓണാണെന്നാണ് പറയാറുള്ളത്. മൈക്രോവേവ് ഓവൺ അങ്ങനെ ഒരു ചൂടാക്കാൻ മാത്രമായിട്ടൊരു ഓവൺ ഇറങ്ങിയിട്ടില്ല. ഈ ചൂടാക്കുന്ന ഓവണിൽ തന്നെയാണ് ഈ കുക്ക് ചെയ്യുക. ചൂടാവുക അത് കൂടുതൽ കുറേ സമയം ചൂടാകുമ്പോഴാണല്ലോ കുക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂടാക്കുന്ന ഓവൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓവൺ ഇല്ല. മൈക്രോവേവിൽ എല്ലാത്തിലും നമുക്ക് സോളോ ഓവണിൽ നമുക്ക് ചൂടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് തന്നെയാണ് അതിൻ്റെ കുക്കിംഗ്. കുറച്ച് കൂടുതൽ സമയം കൊടുത്താൽ അത് കുക്കായി വരികയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഞാൻ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മൈക്രോവേവ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചൂടാക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ചൂടാക്കുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റവിൽ ചൂടാക്കുമ്പോൾ പാൻ ചൂടായിട്ട് ഫുഡ് കണ്ടൻറ്റ് ചൂടായി, വാട്ടർ ചൂടായിട്ട് ഫുഡ് കണ്ടൻറ്റിലേക്ക് ചൂട് വന്ന് അങ്ങനെയാണ് അതിൻ്റെ ഒരു ചൂടാവുന്നതും കുക്കാവുന്നതും. ഇതിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഫുഡിലേക്കാണ് വരുന്നത്. ഫുഡിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. മൈക്രോ മോഡിൽ വെജിറ്റബിൾസൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം അത് അതിൻ്റെ നാച്ചുറൽ ജ്യൂസിൽ തന്നെയാണ് അത് കുക്കാവുന്നത്. ഞാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. അതേപോലെ നമ്മൾ എന്തെല്ലാം സ്റ്റൗവിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണോ അതെല്ലാം മൈക്രോയിൽ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. എന്തെല്ലാം നമ്മൾ സ്റ്റൗവിൽ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ ഇതിലും ഇപ്പോൾ ഉള്ളി വഴറ്റി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ടല്ലേ ചെയ്യണേ, അതേപോലെ തന്നെ ഇതിലും തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അത് സ്റ്റൗവിൽ എങ്ങനെയാണോ ചെയ്യണേ അതുപോലെ തന്നെ ചെയ്താൽ മതി. അതേപോലെ നമുക്ക് മൈക്രോവേവ് ഓവണിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അതുപോലെ എഗ്ഗ് ബോയിൽ ചെയ്യരുത്, അതിൻ്റെ ഇൻറ്റേർണൽ പ്രഷർ കൂടിയിട്ട് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ പരിപ്പ് വട, ഉഴുന്നുവടയൊക്കെ ചെയ്യുന്ന പോലെ കുറേ കൂടുതൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന ആ മെത്തേഡിൽ ചെയ്യരുത്. ഇപ്പോൾ ഞാനുള്ളത് നിക്ഷ ഇലക്ട്രോണിക്സ് കണ്ണൂരിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുറേ വീഡിയോസ്, കുറേ ഓവൺ ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് 2 ഓവണിൻ്റെ കമ്പാരിസൺ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീട്ടിലാകുമ്പോൾ നമുക്ക് ഒരു ഓവണല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. ഓവണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഓവൺ വാങ്ങണമെങ്കിലൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളാണ് അവർ. വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ക്ലിയർ ആയിട്ട് വിചാരിക്കുകയാണ്. ഇനി ഞാൻ എനിക്ക് അറിയുന്ന എല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.